ജാസ് നമ്മുടെ കുർത്തി വീഡിയോയിൽ വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇത് ഈ ഒരു ക്രീം ഷെയ്ഡിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഷോളൊക്കെ അങ്ങനെ ഏത് ഷെയ്ഡാണെങ്കിലും നമുക്ക് ഈ ഒരു കളറിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതുണ്ട്. നിങ്ങളുടെ ഈ പ്ലെയിൻ ഷോളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ നിറ്റ് നോക്കി, അല്ലെങ്കിൽ പ്രിൻറ്റഡ് ആണെങ്കിലും നല്ല രസം കേട്ടോ. ഇത് ശരിക്കും നമുക്ക് ആ ഒരു ടസറിലൊക്കെ വരുന്ന പോലെ ഒരു ത്രെഡ് വർക്കും പോയിട്ടുണ്ട്. ടസറിൻ്റെ ദുപ്പട്ട കയ്യിലുണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. മാത്രമല്ല പിൻഡക്ക് രണ്ട് സൈഡിലും പോയിട്ടുണ്ട്. പിൻഡക്കിന് ഒരു പ്രത്യേക രസമാണ്. അത് ഏത് മെറ്റീരിയലാണെങ്കിലും പിൻഡക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തത്തിൽ അതിനെ അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ എടുത്ത് പിൻഡക്ക് ചെയ്താലും കാണാൻ ഭംഗിയാട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡിലും പിൻഡക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു ലൈറ്റ് ഒരു കോമ്പിനേഷൻ്റെ ഡിസൈനും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്ക ഷെയ്ഡിൻ്റെയും കൂടെ ഇതിങ്ങനെ മാച്ച് ചെയ്ത് നമുക്കൊരു യെല്ലോയോ ബ്ലൂവോ ഗ്രീനോ അങ്ങനെ ഒത്തിരി ഷെയ്ഡിൻ്റെ കൂടെ മാച്ച് ചെയ്ത് നമുക്കിത് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോട്ടം അതനുസരിച്ച്, ബോട്ടം ഇല്ലെങ്കിൽ ഒരു സേഫായിട്ട് വൈറ്റ് തന്നെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ ഈ ഷെയ്ഡ് തന്നെ കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ജസ്റ്റ് അങ്ങനെ ഇത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ടോപ്പ് തന്നെ ഇടാനും കാണാൻ നല്ലതാണ് കേട്ടോ. ലൈനിങ് ഇട്ട് ചേരിക്കുന്ന ഐറ്റമാണ്. മൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത്. ലൈനിങ്ങും ഉണ്ട് കേട്ടോ. അതാണ് ഫ്രണ്ട് പോർഷൻ്റെ ഡിസൈൻ. കൈക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല, എന്നാലും ഭയങ്കര അങ്ങനെ ഒത്തിരി അങ്ങ് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, കാണാനൊരു ഭംഗിയായിട്ട് തന്നെ ഇരിക്കണേ. ബോർഡർ ചെറുതായിട്ട് ഈ ഒരു സെൻറ്ററിലെ ഡിസൈനില്ല, അത് വെച്ചിട്ട് ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ. നല്ല നെക്കാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ കൊണ്ടൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നിൽക്കും. നല്ല ഭംഗിയായിട്ട് മുഖത്തിനൊരു എടുപ്പ് ഉള്ള പോലെ, ഒത്തിരി കയറിയല്ല ഒത്തിരി ഇറങ്ങിയല്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ലൈനിങ് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്ത സൈസ് എടുക്കണം. ഞാനിപ്പോൾ അടുത്ത സൈസ് ആയിട്ടേക്കുന്നത് അത് കറക്റ്റാണ് കേട്ടോ. നമുക്കൊരു കുറച്ചുകൂടി ഒരു മെലിഞ്ഞ ലുക്ക് തോന്നിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇടാനും ഭയങ്കര എന്നുവെച്ചാൽ ഇട്ട് കാണാനും നല്ല രസമുണ്ട്. അപ്പം കോട്ടൺ തന്നെയാണ്, ലൈനിങ്ങും കോട്ടൺ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും എടുക്കുമ്പോൾ നെക്സ്റ്റ് സൈസ് തന്നെ എടുക്കണം. നോർമലി മീഡിയം എടുക്കുന്നവരാണെങ്കിൽ ലാർജ് എടുക്കുക, എക്സൽ എടുക്കുന്നവരാണെങ്കിൽ ഡബിൾ എക്സൽ എടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം. നിങ്ങളുടെ ഫോട്ടോ ഡിറ്റക്ട് ചെയ്തിട്ടാണ് അവൈലബിലിറ്റി കിട്ടുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AF 397, റേറ്റ് 770 രൂപയുള്ളൂ, 770.